ഒരു കാലത്ത് ഈ ഗേറ്റ് തുറക്കുന്നതും കാത്ത് ആയിരക്കണക്കിന് ആളുകൾ ഈ ഗേറ്റിന് വെളിയിൽ കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ കാത്തു നിന്ന് ഒരു ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓടി അകത്ത് കയറി സ്ഥാനം പിടിച്ച് സ്ക്രീനിലേക്ക് നോക്കി ആ സിനിമ ആസ്വദിക്കുമായിരുന്നു. അതെ, കൊല്ലം ടൗണിന്റെ ഹൃദയഭാഗമായ ചിന്നക്കടയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലത്തിന്റെ സ്വന്തം ഉഷാ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം, തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപക്ഷെ ഉഷാ തിയേറ്റർ എന്ന് വെച്ചാൽ കൊല്ലത്തെ പഴമക്കാർക്ക് അത്ര പിടുത്തം കിട്ടിയെന്ന് വരില്ല. പഴമക്കാർക്ക് ഇത് ഇന്നും കുമാർ തിയേറ്റർ തന്നെയാണ്. അതെ, കൊല്ലത്തിന്റെ പഴയ കുമാർ തിയേറ്ററിന്റെ ഇന്നത്തെ ഉഷാ തിയേറ്ററിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ നമ്മുടെ തിയേറ്ററുകളുടെ ഒക്കെ ആ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ടാവുക തിയേറ്ററിന്റെ നടുവിലായിട്ടായിരിക്കും അല്ലെ. എന്നാൽ ഉഷാ തിയേറ്ററിന് അങ്ങനെയല്ല. ഉഷാ തിയേറ്ററിന്റെ പേര് എഴുതിയിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കോർണറിൽ ബോർഡ് വന്നതെന്ന് ചോദിച്ചാൽ, തിയേറ്ററിലേക്കുള്ള ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ആ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ ഒരു കോർണറിലൂടെയാണ്. ഇതിന് ചുറ്റുള്ള ഭാഗങ്ങളെല്ലാം ആക്ച്വലി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഈ സൈഡിൽ നമുക്ക് കൊല്ലത്തിന്റെ തന്നെ ഒരു ഐക്കോണിക് ഹോട്ടൽ എന്ന് പറയുന്ന നാനി ഹോട്ടൽ കാണാം. വളരെ പ്രസിദ്ധമായ ഹോട്ടലാണ്. അതും ഈ ഒരു തിയേറ്ററിന്റെ മാനേജ്മെന്റിന്റെ കീഴിൽ തന്നെയുള്ളതാണ്. അതുപോലെ മുന്നിൽ നമുക്ക് കടമുറികളൊക്കെ കാണാൻ സാധിക്കും. അതും ഒരു ഇരുനില കെട്ടിടമാണ്. അതുകൊണ്ട് ഏകദേശം ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിംഗ് മറഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നാലും നമുക്ക് ഇവിടെ ഒരു 3 നില കെട്ടിടം കാണാം. അതും ഏകദേശം ഈ ഒരു തിയേറ്ററിന്റെ കോമ്പൗണ്ടിനെ മറച്ച് തന്നെയാണ് നിൽക്കുന്നത്. സോ തിയേറ്ററിന്റെ ആ ഒരു ഫ്രണ്ടേജ് കാണാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു എൻട്രൻസ് മാത്രമാണ്. സാംസ്കാരികപരമായിട്ടും അതുപോലെ തന്നെ വ്യാവസായിക വാണിജ്യപരമായിട്ടും ഒക്കെ കേരളത്തിന് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള നാടാണ് കൊല്ലം. കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിന്നക്കടയാണ്. കൊല്ലംകാർക്കെന്നല്ല, മലയാളികൾക്ക് തന്നെ ചിന്നക്കട എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ചിന്നക്കടയിലെ ആ ഒരു ക്ലോക്ക് ടവറാണ്. സിനിമാ പ്രേമികൾക്കും സിനിമാ തിയേറ്റർ പ്രേമികൾക്കും ചിന്നക്കട വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ റിലീസാവുന്ന സിനിമകൾ കാണാൻ വേണ്ടി ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. കൊല്ലത്തിന്റെ സ്വന്തം ഗ്രാൻഡ് പ്രിൻസ് തിയേറ്ററുകൾ, അതുപോലെ തന്നെ സുധി തിയേറ്റർ, കൃഷ്ണ തിയേറ്റർ, പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഉഷാ തിയേറ്റർ, ഇങ്ങനെ ഏകദേശം 5ഓളം തിയേറ്ററുകൾ. എല്ലാ തിയേറ്ററുകളും 1000ഓളം തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. അങ്ങനെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരു ജനസാഗരമാക്കി മാറ്റാനായിട്ട് ഇവിടുത്തെ തിയേറ്ററുകൾക്ക് സാധിച്ചിരുന്നു. അതിൽ തന്നെ പ്രധാനിയായിരുന്ന ഗ്രാൻഡ് പ്രിൻസും ഇന്ന് ഓർമ്മയായി. ആ 5 തിയേറ്ററുകളിൽ ഇന്ന് അവശേഷിക്കുന്നത് പഴയ കുമാർ തിയേറ്റർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ഉഷാ തിയേറ്റർ മാത്രമാണ്. ഉഷാ തിയേറ്ററിന് അന്നും ഇന്നും ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല. മാറ്റങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഉള്ളിലാണ്. എത്ര ഭംഗിയുള്ള ഒരു ഫ്രെയിമാണ് നമ്മുടെ നിതിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയേ. എൻ്റെ പിന്നിൽ കാണുന്നത് കൊല്ലത്തിന്റെ സ്വന്തം ക്ലോക്ക് ടവർ ആണ് കേട്ടോ, ചിന്നക്കട ക്ലോക്ക് ടവർ. സോ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. തിയേറ്ററിന്റെ മുന്നിലും സൈഡിലുമായിട്ട് ബൈക്ക് പാർക്കിങ്ങും ഒരു വശത്തായിട്ട് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ ഒരു തിയേറ്ററിന്റെ ബിൽഡിങ്ങിന്റെ ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നും ആ ഒരു 60s ആ ഒരു ലുക്കിൽ തന്നെയാണ് ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരല്പം നൊസ്റ്റാൾജിയ തോന്നുന്ന ആ ഒരു ലുക്ക് തന്നെ ഈ ഒരു തിയേറ്ററിന്റെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിന്റെ സൈഡിലായിട്ട് ഉഷ എന്ന പേരും നടുവിലായിട്ട് ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതിമയും അതിന് മുകളിലായിട്ട് പണ്ടത്തെ തിയേറ്ററിലുള്ള മോഡലിലുള്ള ഒരു വലിയ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. തിയേറ്ററിന്റെ ബിൽഡിങ്ങിനോട് തന്നെ ചേർത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബോക്സ് ഓഫീസ് കൗണ്ടറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുന്നേ ഇവരുടെ തന്നെ പ്രണവം തിയേറ്റർ ചെയ്തപ്പോൾ നമ്മൾ അവിടെയും പറഞ്ഞിരുന്നു, അവിടെ ബോക്സ് ഓഫീസ് എന്നുള്ളൊരു എഴുത്ത് കാണാനില്ല. അതുപോലെ തന്നെ ഇവിടെ എവിടെയും ബോക്സ് ഓഫീസ് എന്നോ ടിക്കറ്റ് കൗണ്ടർ എന്നുള്ളൊരു എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം കൊടുത്തിരിക്കുന്നത് ത്രിമൂർത്തി എന്നാണ്. അതായത് ഈ ഒരു തിയേറ്ററിന്റെ ഓഡിറ്റോറിയത്തിന്റെ പേര് ത്രിമൂർത്തി എന്നാണ്. നമ്മൾ നോർമലി എന്താ പറയുക, കിങ് ക്ലാസ് അല്ലെങ്കിൽ ക്യൂൻസ് കോർണർ എന്നൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇവിടുത്തെ പേര് ത്രിമൂർത്തി എന്നാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ ഊന്നിയിട്ടുള്ളൊരു പേരാണ്. അല്പം ദൈവികമായിട്ട് തന്നെ ഹാളിന് ആ ഒരു പേര് കൊടുത്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് കൗണ്ടറിന്റെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഒരൊറ്റ ക്ലാസ് ആണുള്ളത്. ഈ ത്രിമൂർത്തി എന്ന ക്ലാസ്സിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 140 രൂപയാണ്. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോ ആണ് ഇവിടുത്തെ ബുക്കിംഗ് പാർട്ണർ ആയിട്ട് വരുന്നത്. നമുക്ക് UPI വഴിയും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റ് വഴിയും ഇവിടെ ടിക്കറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. ടിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വഴിയിലൂടെ ഇറങ്ങി പുറത്തു പോയിട്ട് നേരെ ലോബിയിലൂടെ തിയേറ്ററിന്റെ ഹാളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഉഷാ തിയേറ്ററിന്റെ ലോബിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതെ, പഴയ കുമാർ തിയേറ്റർ ആയിരുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഭാഗം വരെ തിയേറ്ററിന്റെ ഹാൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മുന്നോട്ടുള്ള, അതായത് ഈ കാണുന്നൊരു പോർഷൻ മാത്രമായിരുന്നു ലോബി ആയിട്ട് ഉണ്ടായിരുന്നത്. 2015 ഒരു മേജർ റിനോവേഷന് ശേഷം തുറന്നപ്പോഴാണ് ഈ ഒരു ഹാള് കട്ട് ചെയ്തിട്ട് ഇത്രയും വലിയൊരു ലോബി ഇവിടെ ക്രമീകരിച്ചത്. ലോബിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു തിയേറ്ററിന്റെ കഫ്റ്റീരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ നോർമൽ തിയേറ്ററിൽ കിട്ടുന്ന ഐറ്റംസ്, അതായത് പോപ്കോൺ, അതുപോലെ തന്നെ നട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ലഭിക്കുക. പക്ഷേ എല്ലാ തിയേറ്ററിലും കിട്ടാത്ത ഒരു ഐറ്റം ഇവിടെ കിട്ടും. ഇത് തന്നെ നമ്മൾ പ്രണവം തിയേറ്ററിൽ കാണിച്ചിരുന്നു, കാഷ്യൂ നട്ട്സ്. കാരണം VLC കാഷ്യൂസും ഈ ഒരു തിയേറ്ററും ഒക്കെ ഒരേ മാനേജ്മെന്റ് തന്നെ കീഴിലുള്ളതാണ്. സോ ഒരു അഫോർഡബിൾ ആയ നോർമൽ റേറ്റിൽ തന്നെയാണ് ഇവിടുത്തെ കഫ്റ്റീരിയയിലെ സാധനങ്ങളെല്ലാം
നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഒരു ലോബിയുടെ ഇരുവശത്തുമായിട്ട് നമുക്ക് 2 വരാന്തകളുണ്ട്. ഈ ഒരു വരാന്തയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലേഡീസ് ആൻഡ് ജെന്റ്സ് ടോയ്ലറ്റിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഹാളിൽ നിന്നുള്ള എക്സിറ്റ് ഡോറുകൾ വശങ്ങളിലൂടെ ഉണ്ട്. നമുക്ക് ഈ ഒരു ലോബിയിൽ നിന്ന് തന്നെ 2 വശങ്ങളിലൂടെയും മുകളിലേക്ക് കയറി പോകുന്ന ഒരു വളഞ്ഞു കയറി പോകുന്ന രീതിയിലുള്ള സ്റ്റെയർസ് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റെയർസ് വഴിയാണ് നിലവിൽ ഈ ഒരു തിയേറ്ററിന്റെ ഹാളിലേക്കുള്ള എൻട്രി. അപ്പൊ എന്തായാലും ഹാളിൽ കയറിയിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങൾ കാണാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തിയേറ്റർ ബിൽഡിങ്ങിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മാറ്റങ്ങളെല്ലാം വന്നത് തിയേറ്ററിന്റെ ഉള്ളിലാണ്. ഈ മാറ്റങ്ങൾ ഇന്നോ ഇന്നലെ വന്നതല്ല കേട്ടോ, ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നേ വന്ന മാറ്റങ്ങളാണ്. 1962 സ്ഥാപിതമായ ആ ഒരു പഴയ കുമാർ തിയേറ്ററിനെ 1994 ശ്രീ അച്ചാണി രവി, അതായത് മലയാളത്തിലെ കുറേയധികം നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും കൊല്ലത്തെ തന്നെ ഒരു വ്യാവസായിക പ്രമുഖനുമായ വ്യക്തിയായിരുന്നു ശ്രീ അച്ചാണി രവി. ഇവരുടെ തന്നെയാണ് പ്രണവം തിയേറ്ററും. സോ അദ്ദേഹം ഈ ഒരു തിയേറ്റർ 1994 മേടിക്കുകയും സൈന്യം എന്ന സിനിമ വെച്ച് ഇവിടെ വീണ്ടും റിലീസ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം കുറേയധികം നല്ല സിനിമകൾ പഴയ ഒരു നോൺ AC കുമാർ തിയേറ്ററിൽ ഇങ്ങനെ കളിച്ചു വന്നു. അന്ന് പേരൊന്നും മാറ്റിയിരുന്നില്ല. ശേഷം 2014 ഈ ഒരു തിയേറ്റർ ക്ലോസ് ചെയ്യുകയും അതിനുശേഷം ഒരു മേജർ റിനോവേഷൻ നടത്തുകയും ചെയ്തു. അങ്ങനെ മേജർ റിനോവേഷൻ നടത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ തിയേറ്ററിന്റെ ബാൽക്കണി ഒഴിവാക്കിയിട്ട് ഒരു ഒറ്റ ക്ലാസ് ആക്കി എന്നുള്ളതാണ്. അതായത് പഴയ കുമാർ തിയേറ്ററിന്റെ ബാൽക്കണി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ ക്ലാസ് ആക്കി മാറ്റി. അതുപോലെ തന്നെ ഈ ഒരു തിയേറ്റർ മുന്നേ നോൺ AC ആയിരുന്നു, അതിനുശേഷം AC ആക്കുകയുണ്ടായി. സീറ്റുകളൊക്കെ പുതിയ മോഡലിലാക്കി. സോ 2015 2 കൺട്രീസ് എന്ന സിനിമ വെച്ചിട്ടാണ് ഈ തിയേറ്റർ ഉഷ എന്ന പേരിൽ വീണ്ടും റീഓപ്പൺ ചെയ്തത്. അന്ന് കൊല്ലത്തെ ഏറ്റവും മികച്ച തിയേറ്ററുകൾ ഒന്നായിട്ടായിരുന്നു ഉഷ തിയേറ്ററിനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഹാളിൽ ചുറ്റും ഇങ്ങനെ ഒന്ന് നടന്നപ്പോൾ കണ്ട ഒരു കാര്യം കേട്ടോ, ഹാളിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് നമുക്ക് ഈ ഒരു കോർണറിങ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുന്നേ ആ ഒരു ഉഷ തിയേറ്റർ ബിൽഡിംഗ് നമ്മൾ കാണിച്ചല്ലോ, ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിലുള്ള ആ ഒരു കോർണറിങ് അതേപോലെ തന്നെ ഈ ഒരു ഹാളിലും വന്നിട്ടുണ്ട്. സോ ഈ ഒരു ചെരിഞ്ഞ രീതിയിലാണ് ബാക്കിലത്തെ 2 സൈഡും വരുന്നത്. ഏറ്റവും പിന്നിൽ 2 സീറ്റ്, ഇവിടെ 3 സീറ്റ്, അതിന്റെ മുന്നിലേക്ക് 4 സീറ്റ്. ഈ ഒരു 4 സീറ്റ് മുന്നിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഒരു തിയേറ്ററിന്റെ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു 4 അടി 5 അടിയോളം ഹൈറ്റിൽ ടൈൽസും അതിന് മുകളിലേക്ക് വുഡ് പാനലിങ്ങും അതിന് മുകളിലേക്ക് നമ്മുടെ നോർമൽ രീതിയിലുള്ള അക്വസ്റ്റിക്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലും നമ്മുടെ ആ ഒരു അക്വസ്റ്റിക് വർക്കിൽ വാം ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു പഴയ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഇന്റീരിയർ ആണ് ഈ ഒരു തിയേറ്ററിനുള്ളത്. ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലാസ് ഒറ്റ മോഡൽ സീറ്റുകൾ, കൂടുതലായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്ത് പറയാനായിട്ടില്ല. നമ്മുടെ നോർമൽ പുഷ് ബാക്ക് സീറ്റുകൾ, കപ്പ് ഹോൾഡറോട് കൂടിയിട്ടുള്ള സീറ്റുകളാണ്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ലെഗ് സ്പേസും ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാള് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും, അത്യാവശ്യം നീളം കൂടിയ ഒരു ഹാളാണ്. അതായത് ഏകദേശം 25 നിര സീറ്റുകൾ ഈ ഒരു ഹാളിലുണ്ട്. ടോട്ടൽ 492 സീറ്റുകളാണ് ഉള്ളത്. സോ 25 നിര കൊണ്ട് 492 സീറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, വീതി കമ്പാരിറ്റീവ്ലി നീളത്തിനനുസരിച്ചുള്ള ഒരു വീതി ഇല്ലാത്ത ഹാളാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്നിരുന്നാലും ഹാള് കാണുന്നതിൽ നമുക്കൊരു മനോഹാരിതയും ഒരു ഇമ്പവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, 25 നിര സീറ്റുകളിൽ മുന്നിലെ ഒരു 9 നിര എന്ന് പറയുന്ന ഒരു മിനി സ്റ്റേഡിയം പോലെയും പിന്നോട്ടുള്ള 16 നിരകൾ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയം ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താരതമ്യേന വീതി കുറഞ്ഞ ഹാളാണെങ്കിലും നടുവിലൂടെ വഴി കൊടുക്കാതെ 2 വശങ്ങളിലൂടെയാണ് വഴി കൊടുത്തിരിക്കുന്നത്. സോ അതും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ ഹാളിന്റെ ഏറ്റവും മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്ക്രീനിന്റെ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. ഏകദേശം 38 അടി വീതിയും അതുപോലെ തന്നെ 14 അടി ഹൈറ്റുമുള്ള ഒരു സിൽവർ സ്ക്രീനാണ്. അതിലേക്ക് വരുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ബാർക്കോയുടെ 2K പ്രൊജക്ഷനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 2K പ്രൊജക്ഷനാണ്. ഇനി സൗണ്ട് സിസ്റ്റത്തിന്റെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ്. JSD 16 എന്ന മോഡൽ പ്രൊസസ്സറും QSCയുടെ ആംപ്ലിഫയറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഉഷ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുള്ള ആളുകളെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യുക. നമുക്കിവിടെ സിനിമ കളിക്കുന്ന ചെറിയൊരു വിഷ്വൽ കൂടി ഒന്ന് കണ്ടുപോകാം. അതിനെപ്പറ്റി പഠിക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ നെറ്റ്വർക്കിൽ നിന്നും ക്ലവർ പ്ലാൻസ്, ദാറ്റ്സ് ഹൗ ദേ വർക്ക്. പക്ഷേ നമ്മുടെ മുഖ്യമേ, ആൻഡ് ദ ഹിസ്റ്ററി ഈസ് വിത്ത് മീ. നമസ്കാരം, ഞാൻ രാജശേഖരൻ നായർ. ഈ ഉഷ പ്രണവം തിയേറ്ററിൻ്റെ രണ്ടിൻ്റെയും കൂടെ മാനേജറാണ്. ഉഷ തിയേറ്റർ നോൺ AC തിയേറ്ററായിരുന്നു. ആ നോൺ AC തിയേറ്ററിൽ നല്ല പടങ്ങൾ കിട്ടും. കൊല്ലത്തിൻ്റെ ഹാർട്ട് ആണ് ഈ സ്ഥലം. അതുകൊണ്ട് ബസ് സർവീസും എല്ലാ സൗകര്യം ഉള്ളതുകൊണ്ട് ഒരു നല്ല ഒരു ആളെ കിട്ടാൻ സാധിക്കുമായിരുന്നു. അത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ കാലത്തിൻ്റെ മാറ്റങ്ങൾ വന്നു.
AC തിയേറ്ററിലെ ആളുകൾ കാണാൻ വരുള്ളൂ എന്ന് ഇവിടുത്തെ കളക്ഷൻ കുറഞ്ഞു തുടങ്ങി ആൾക്ക് പരാതി വന്നു. അപ്പോഴാണ് അത് റിനോവേറ്റ് ചെയ്ത് AC ആക്കി 2015 ഡിസംബർ 25-ാം തീയതിയാണ് ഇതിന് ഉദ്ഘാടനം. ഉഷ എന്ന പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഉഷ എന്ന പേര് കൊടുക്കാൻ കാരണം അദ്ദേഹത്തെ രവീന്ദ്രനാഥ് നായർ മുതലാളിയുടെ ഭാര്യയുടെ പേരാണ് ഉഷ. അത് അവർ മരിച്ചുപോയി. ആ മരണത്തിന് ശേഷം തുടങ്ങുന്നപ്പം ആ പേര് നിലനിർത്താൻ വേണ്ടി ഉഷ എന്ന പേര് ഈ തിയേറ്ററിന് കൊടുത്തു. ആദ്യത്തെ പടം 2 countries ആയിരുന്നു. അത് കുറഞ്ഞ മുതൽ കുറേ പടങ്ങൾ അടുപ്പിച്ച് ഇവിടെ പ്രദർശിപ്പിച്ചു. എല്ലാം നല്ല വിജയമായിരുന്നു. ഒരു 2-3 വർഷം നല്ല പോലെ പോയി. പിന്നെയാണ് ഈ വൈഡ് റിലീസും അതൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കാണ് കുറച്ച് കളക്ഷൻ കുറഞ്ഞു തുടങ്ങിയത്. 10 വർഷത്തെ പഴക്കമുള്ള ഈ തിയേറ്ററിൽ ഇനിയിപ്പം ചെയ്യേണ്ടത് അന്ന് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് ഈ സൗണ്ടിൻ്റെ അറ്റ്മോസോ അല്ലെങ്കിൽ ലേസർ പ്രൊജക്ടറോ മാത്രം ചെയ്താൽ മാത്രം മതി. ബാക്കി ഒന്നിലും ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇങ്ങനെ അതിൻ്റെ ഒരു പരിഗണനയിൽ ഇരിക്കുകയാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടുമോ എന്നുള്ള സംശയമാണ്. ഇതിനൊക്കെ നല്ല എമൗണ്ട് വേണ്ടി വരും അറ്റ്മോസിനൊക്കെ. ആ ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോഴത്തെ ഈ സിനിമയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ പടങ്ങൾ വന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതല്ലാതെ ഒരു നല്ല കളക്ഷൻ പടങ്ങൾ റെഗുലറായിട്ട് വരാറില്ല. വർഷത്തിലൊരിക്കൽ 3-5 ഒരു പടം വരും എന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം തട്ടിക്കൂട്ടി വരുന്ന പടങ്ങളായതുകൊണ്ടാണ് നമുക്കൊരു വിശ്വാസക്കുറവ്. ഇത് മുടക്കിയാൽ തിരിച്ച് കിട്ടുമോ, ഇത് സ്ഥിതി എന്താണ് എന്നുള്ളത് വരുന്നത്. പക്ഷേ കൊല്ലത്തെ സമയത്തോളം ഒരുപാട് തിയേറ്ററുകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നെ വളരെ പഴയ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി തിയേറ്റർ, അത് കൊല്ലത്തിൻ്റെ ബസാറിൽ ഉള്ളൊരു തിയേറ്ററാണ്. അത് വളരെ കാലമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ അത് ഓഡിറ്റോറിയം മോശമായതുകൊണ്ട് അവർ നിർത്തി. നാനാ ഗ്രൂപ്പിൻ്റെ റെഡ്ഡിയാരുടെ വകയായിരുന്നു അത് കഴിഞ്ഞ് സുധി തിയേറ്റർ വന്നിട്ട് അവർ പിന്നെ 4-5 തിയേറ്റർ തിരുവനന്തപുരം, എറണാകുളം ഇതെല്ലാമായിട്ട് വന്ന ആ തിയേറ്ററാണ് ഇപ്പോൾ സുധി തിയേറ്റർ. അവിടെ ഈ മാർക്കറ്റ് പ്രൈസ് ആയതുകൊണ്ട് പാർക്കിങ്ങിനുള്ളതും വരാനുള്ള ആളുകളെ കിട്ടാത്ത അതങ്ങ് ആദ്യകാലത്ത് തുടങ്ങിയപ്പോൾ ഭയങ്കര കളക്ഷനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പോയി പിന്നെ അത് നിന്ന്. പിന്നെ ഗ്രാൻഡ് പ്രിൻസ് 1965 ഗ്രാൻഡ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആദ്യത്തെ പടം KS ഗോപാലകൃഷ്ണൻ്റെ 1000 രൂപയായിരുന്നു. അത് വെച്ച് തുടങ്ങി കഴിഞ്ഞ് പിന്നെ ഇത് 1965 തോന്നുന്നു ചെമ്മീൻ വന്നതോടുകൂടിയാണ് ആ തിയേറ്റർ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തത്. ആളുകൾ എല്ലാം കാണാൻ നോൺ AC ആണെങ്കിൽ നല്ല തിയേറ്ററാണ്. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രിൻസ് തിയേറ്റർ തുടങ്ങിയത്. അത് AC ആയിരുന്നു. അത് നല്ല ചെറിയ തിയേറ്റർ, ചെറിയ കപ്പാസിറ്റിയുള്ള തിയേറ്ററായിരുന്നു. അവിടെയും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. അതും ഇപ്പം അവിടെ എല്ലാം പൊളിച്ച് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഈ SMB പാലസ് അത് ഇവിടെയാണ് പിന്നെ രാജാവിൻ്റെ ശ്രീമൂലം തിരുനാളിൻ്റെ ഷഷ്ടിപൂർത്തി സ്മാരകമായിട്ട് കൊടുത്ത ഒരു ഓഡിറ്റോറിയമാണ്. അത് സിനിമാ തിയേറ്ററാക്കി ഇപ്പം തീരെ നടത്താൻ വയ്യാത്ത അവസരം പൊളിഞ്ഞും നന്നാക്കാനും ഇല്ലാതെ ലൈസൻസും ഒക്കെ പോയി അങ്ങനെ അത് കിടക്കുകയാണ്. അങ്ങനെ കൊല്ലത്തിന് ഒരുപാട് പിന്നെ പ്രിയയായിരുന്നു ആദ്യം തുടങ്ങിയത്. അത് കുറച്ച് വർഷം നടത്തിയപ്പോഴത്തേക്ക് പിന്നെ അവരത് വിറ്റ് അതാണ് മുത്തൂറ്റ് വാങ്ങിച്ചത്, ധന്യായ രമ്യാക്കി. ഇനി ഒരെണ്ണമുണ്ട് അർച്ചന ആരാധന. അത് രണ്ടും 1978 ജനുവരി മാസത്തിലാണ് അതിൻ്റെ ഉദ്ഘാടനം, അർച്ചന ആരാധന തിയേറ്ററിൻ്റെ. അപ്പോൾ അത് നല്ല ട്വിൻസ് തിയേറ്ററായിരുന്നു, AC തിയേറ്ററായിരുന്നു, നല്ല പെർഫെക്റ്റ് തിയേറ്ററായിരുന്നു. അതിന് ശേഷമാണ് പ്രണവം വരുന്നത്. 78 ശേഷമാണ് പ്രണവം വരുന്നത്. അത് 1980-70 കാലഘട്ടത്തിൽ ഒരുപാട് B&C ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു കൊല്ലത്ത്. കൊട്ടിയം മുതൽ എഞ്ചിട്ട് എടുക്കുകയാണെങ്കിൽ ധാരാളം B&C ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു. കൊട്ടിയത്ത് വിനോദ്, ഉമയനല്ലൂർ ഒരു തിയേറ്ററിൻ്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പോളയത്തോട് വരുമ്പം ശക്തി തിയേറ്റർ, പിന്നെ മാടനടയിൽ ജൂപ്പിറ്റർ തിയേറ്റർ, ഇത് കഴിഞ്ഞ് പിന്നെ സംഗീത തിയേറ്റർ രാമൻകുളങ്ങര, പിന്നെ ശവറ KC തിയേറ്ററും വിജയ തിയേറ്ററും 2 തിയേറ്റർ. പള്ളിമുക്ക് ജനതയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഈശ്വർ തിയേറ്റർ, കിളിയല്ലൂർ ഈശ്വർ തിയേറ്റർ, വാർത്താ തിയേറ്റർ എല്ലാം അടുത്തടുത്തായിരുന്നു. കൊല്ലത്തെ സിനിമാ തിയേറ്റർ ചരിത്രം തന്നെ നമുക്ക് മുന്നിൽ സാറ് തുറന്നു വെച്ചു. കുറേയധികം വിശേഷങ്ങൾ അറിയാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ കാണുന്ന കേട്ടോ നമ്മുടെ ഈ ഒരു തിയേറ്ററിൻ്റെ പേരിലുള്ള ആ ഒരു ഉഷ മേഡം 2013 മേഡം നിര്യാതയായി. അപ്പോൾ എന്തായാലും ആ ഒരു ഓർമ്മയിലാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പേര് ഉഷ എന്ന് കൊടുത്തിരിക്കുന്നതെന്നും സാർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി തിയേറ്റർ ബാൽക്കണിയുടെ സൈഡിൽ നിന്ന് ഉഷ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ളൊരു മൊമെൻറ്റോ കൂടി കൈമാറുകയാണ്. ഓക്കെ സാർ, എല്ലാവിധ ആശംസകളും ഈ ഒരു പ്രസ്ഥാനത്തിന് നേരുന്നു. താങ്ക് യു. എൻ്റെ പേര് ലാൽ എന്നാണ്.
ഞാൻ ചിന്നക്കടയിൽ ഓട്ടോറിക്ഷ ഓടുകയാണ്. കൊല്ലം സിറ്റിക്കകത്ത് ഒരു പഴയ തിയേറ്ററുകളെന്ന് പറഞ്ഞാൽ കുമാർ തിയേറ്റർ, സുധി തിയേറ്റർ, പ്രിയ തിയേറ്റർ, കൃഷ്ണ തിയേറ്റർ, ഗ്രാൻഡ് പ്രിൻസ് അങ്ങനെ ഉള്ള തിയേറ്ററുകളിലെല്ലാം ഉണ്ടായിരുന്നു. ഇതുപോലുള്ള തിയേറ്ററുകളെല്ലാം പഴയ തിയേറ്ററുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം നിലവിലെ കുമാർ തിയേറ്റർ അത് പുതുക്കി പണിഞ്ഞ് വേറൊരു രീതിയിലാക്കി വെച്ചേക്കുകയാണ്. ഇപ്പം പുതിയ തിയേറ്റർ വന്നതിന് ശേഷം നമ്മൾ ബാൽക്കണിയൊക്കെ മാറ്റി, സീറ്റൊക്കെ മാറ്റി, സെറ്റപ്പ് സീറ്റൊക്കെ ആക്കി, AC ആക്കി. പഴയ തിയേറ്റർ പോലുള്ള ഫാൻ, മറ്റേ പഴയ തിയേറ്റർ ഫാനൊക്കെ ആയിരുന്നു, എല്ലാം മാറ്റി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ തിയേറ്ററുകളിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മളെ തലയുടെ മേളിക്കട കയറിയൊക്കെ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ വരുന്നത്. അങ്ങനെ കുറേ ബ്ലാക്ക് ടിക്കറ്റ് അടിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ ബ്ലാക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മളെ തലയുടെ മേളിക്കട വരിക, ഞെരുങ്ങുക. അങ്ങനെ പ്രിയ തിയേറ്ററിൽ പണ്ട് ഒരു സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വന്ന് സെക്യൂരിറ്റിയുടെ തലയിൽ വീണ് ആൾ മരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് തിരക്കായിരുന്നു പണ്ടൊക്കെ. പൊതുവേ തിരക്കില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പടത്തിന് നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലും തിയേറ്ററിൻ്റെ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുക. നമ്മൾ വെളിയിൽ നിൽക്കണം, കാത്തു കിടക്കണം. നേരത്തെ തുടങ്ങിയ പടം വിട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ അകത്ത് കയറ്റി നിർത്തത്തുള്ളൂ. അത്രയ്ക്ക് തിരക്കായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. നല്ല സിനിമകൾ തിയേറ്ററുകളിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണാൻ ഇപ്പോഴും തയ്യാറാണ്. ഫാമിലി സിനിമയൊക്കെ ആണെങ്കിൽ ആളുകൾ ഫാമിലി ആയിട്ട് തന്നെ വന്നെന്ന് കാണും. അപ്പോൾ ഈ ഒരു ഉഷാ തിയേറ്ററിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് കുറേയധികം പഴയ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടല്ലോ. അതാ ഈ കാണുന്ന സൈക്കിള്, അതുപോലെ ലോട്ടറി വിൽക്കാൻ വരുന്ന ചേട്ടന്മാര്, വളരെ സാധാരണക്കാരായിട്ട് ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഏതാണ് സിനിമയെന്ന് വരെ ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് ചോദിച്ച് ആ സിനിമയ്ക്ക് കയറുന്ന ആൾക്കാർ, അത്ര കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് ഇന്ന് കാണാൻ പറ്റി. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.